ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ കറികളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. ഇന്നത്തെ ഞങ്ങളുടെ ഉച്ചയൂണിൻ്റെ കറികൾ ഏതാണെന്ന് ഞാൻ വെച്ചാണ് കാണിക്കുന്നത്. വിഴുക്ക് പുരട്ടിയാണ് കേട്ടോ. വഴുതനങ്ങയും സവാളയും കൂടെ ഇട്ട് അതിനകത്ത് തന്നെ ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളകിൻ്റെ പൊടിയും ഇടും. എണ്ണ ഒഴിച്ചിട്ട് കടുവിട്ട് പൊട്ടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ എണ്ണയുടെ അതിലൊരു രാസപ്രവർത്തനം വേറൊന്നാണ് നടക്കുന്നത്. നമുക്ക് ചീത്ത കൊളസ്ട്രോളോ അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് ഇതുപോലൊന്ന് വിഴുക്ക് പുരട്ടി വെച്ചാൽ ഗുണങ്ങളെല്ലാം അതുപോലെ തന്നെ കിട്ടും. ഇന്ന് എനിക്ക് മത്തിയാണ് കിട്ടിയത് കേട്ടോ. അപ്പം ഞാനത് പുളിമുളകും വെക്കാമെന്ന് വിചാരിച്ച്. മീനിനൊന്നും ഒരു രുചിയൊന്നും ഇല്ല കേട്ടോ. പുളിമുളകും വെക്കുന്നത് നമ്മൾ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ മുളകും മല്ലിയും മൂപ്പിച്ചിട്ട് ഉള്ളി കല്ലേൽ വെച്ചോ മിക്സിയിൽ വെച്ചോ അരച്ച് ഇഞ്ചി എല്ലാം കൂടി മൂപ്പിക്കണം. വെളുത്തുള്ളിയും ഉള്ളിയും മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇഞ്ചിയും എല്ലാം കൂടി മൂപ്പിച്ച് കല്ലിൽ വെച്ച് അരച്ച് മീനുമായിട്ട് കലക്കി വെച്ച് എണ്ണ ഒഴിച്ചെടുക്കുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ എളുപ്പ വഴിക്ക് ഇങ്ങനെ അങ്ങ് ചെയ്താൽ മറ്റേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചെയ്യുവാണെങ്കിൽ എല്ലാ ഗുണങ്ങളും നമുക്ക് കിട്ടും. പിന്നെ തക്കാളി ഇട്ട് വരട്ടാൻ മറന്നുപോയി കേട്ടോ. ഇപ്പോഴാണ് തക്കാളി ഇട്ടത്. ഉപ്പും ഇട്ട് കുറച്ചൊന്ന് കറിയൊന്ന് പറ്റി വരുമ്പോൾ ഇറക്കി വെച്ചു. പിന്നെ ഇന്ന് ഞാൻ മീൻ പൊരിക്കുന്നത് എങ്ങനെയാണെന്ന് കാണണ്ടേ. ഇലയ്ക്കകത്താണ് കേട്ടോ. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം നമുക്ക് കിട്ടും നമ്മുടെ ശരീരം. പണ്ട് നമ്മൾ ഇഡലിയും ഒക്കെ നമ്മൾ ഇലയ്ക്കകത്തല്ലായിരുന്നു, ചീലാന്തി ഇലയും അട്ടയിലയിലായിരുന്നു. എപ്പോഴും കൂടിയൊക്കെ വീട്ടിൽ നിൽക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയൊക്കെ മീൻ പൊരിച്ച് കൊടുക്കണം. അവരുടെ ശരീരത്തിനും വേണ്ട പോഷകങ്ങളൊക്കെ കിട്ടണ്ടേ. നല്ല ടേസ്റ്റാണ് കേട്ടോ. എണ്ണ ഒഴിക്കും. ചാളയാണെന്നുണ്ടെങ്കിൽ എണ്ണ ഒഴിക്കണ്ട. ഇതിപ്പോൾ മത്തി ആയതുകൊണ്ട് നെയ്യില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇച്ചിരി എണ്ണ ഒഴിച്ചത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മറ്റുള്ളവർക്കും കൂടി ഒന്ന് എത്തിച്ചു കൊടുക്കണേ. എവിടെയും എത്തിയില്ല കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ എനിക്ക് മുന്നോട്ട് പോകാനൊക്കെ തോന്നും. ലൈക്ക് ചെയ്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് കമൻറ്റ് വഴി എന്നെ അറിയിക്കണേ.